1991 ഡിസംബർ 15 പാലക്കാട് പുതുപ്പള്ളി തെരുവിൽ പോലീസിന്റെ തോക്കുകൾക്കിരയായി സിറാജുന്നീസ കൊല്ലപ്പെടുമ്പോൾ അവൾക്ക് 11 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. സംഘപരിവാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ബാബരി മസ്ജിദ് വിരുദ്ധ കലാപങ്ങളുടെ മുന്നോടിയായി അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു രഥയാത്ര നടന്നിരുന്നു. അതിൻ്റെ ഭാഗമായി ഹിന്ദുത്വ വിദ്വേഷ പ്രചാരങ്ങളും അന്നത്തെ BJPയുടെ അധ്യക്ഷനായിരുന്ന മുരളി മനോഹർ ജോഷിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്ന് ഒരു ഏകതാ യാത്രയും നടത്തിയിരുന്നു. ആ യാത്ര പാലക്കാട് ജില്ലയിലൂടെയും കടന്നുപോയി. രഥയാത്ര പോലെ തന്നെ ഏകതാ യാത്ര കടന്നുപോയ എല്ലാ വഴികളിലും സംഘികൾ ആക്രമണം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായാണ് പാലക്കാട് നഗരത്തിന് സമീപത്തുള്ള മേപ്പറമ്പിൽ ഹിന്ദുത്വർ സംഘർഷം അഴിച്ചുവിട്ടത്. ഏകതാ യാത്ര എത്തുന്നതിന് 2 ദിവസം മുമ്പ് ഡിസംബർ 13 തീയതി BJPയുടെ പാലക്കാട് യൂണിറ്റ് ഉപയാത്രയെ വരവേൽക്കാൻ ഒരു സ്വാഗത പരിപാടി സംഘടിപ്പിച്ചു. മേൽപ്പറമ്പ് ജുമാ മസ്ജിദിന് സമീപമായിരുന്നു പരിപാടി. ഈ പരിപാടിയിലേക്ക് ആരോ കല്ലെടുത്തെറിഞ്ഞു. ഡിസംബർ 14 BJP ഇതിനെതിരെ ഒരു പ്രതിഷേധ പരിപാടി നടത്തി. അടുത്ത ദിവസം 15 തീയതി BJP പ്രവർത്തകർ തെരുവിലിറങ്ങുകയും മുസ്ലിം വീടുകളും കടകളും കൊള്ളയടിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്തു. നിരവധി പേർക്ക് പരിക്കേറ്റു. സ്വാഭാവികമായും ചിലർ ഇതിനെ പ്രതിരോധിച്ചു. ആ സമയത്ത് ASP ആയിരുന്ന B സന്ധ്യ മേൽപ്പറമ്പിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള പുതുപ്പള്ളി തെരുവിലൂടെ കടന്നു പോവുകയായിരുന്നു. റോഡിന് കുറുകെ കിടന്നിരുന്ന കല്ലുകൾ നീക്കം ചെയ്യാൻ അവർ തൊട്ടടുത്ത് നിന്നിരുന്ന ആളോട് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം അതിന് തയ്യാറായില്ല. രോഷാകുലയായ ASP അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു. ഈ സമയം വരെ പുതുപ്പള്ളി തെരുവിൽ യാതൊരു അനിഷ്ട സംഭവവും നടന്നിരുന്നില്ല. നിരപരാധിയായ ഒരാളെ കസ്റ്റഡിയിലെടുത്തത് ജനങ്ങളെ രോഷാകുലരാക്കി. ജനങ്ങൾ ASPയുടെ ജീപ്പ് തടഞ്ഞു. പോലീസ് ലാത്തി വീശി. ഇതേ സമയത്താണ് തൊട്ടടുത്ത സിനിമാ തിയേറ്ററിലെ സിനിമ വിട്ട് ആളുകൾ പുറത്തിറങ്ങിയത്. ആളുകളുടെ എണ്ണം വർദ്ധിച്ച് കണ്ടതോടെ പോലീസ് ജനക്കൂട്ടത്തിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. കടകൾ അടിച്ചു തകർത്തു. ഈ സമയത്ത് ആലത്തൂർ DYSP ചന്ദ്രൻ സന്ധ്യയെ സഹായിക്കാനെത്തി. അതേസമയം കൂട്ടുകാരി സമീമയോടൊപ്പം വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന സിറാജുന്നീസയ്ക്കാണ് വെടിയേറ്റത്. സിറാജുന്നീസയുടെ മൂക്കിനു താഴെ തലച്ചോറ് തകർത്തുകൊണ്ടാണ് വെടിയുണ്ട പാഞ്ഞുപോയത്. അവൾ വീട്ടുമുറ്റത്ത് തന്നെ മരിച്ചു വീണു. പോലീസ് എന്നിട്ടും നിർത്തിയില്ല. വീണ്ടും വെടിയുതിർത്തു. അവയിൽ ഒന്ന് സിറാജുന്നീസയുടെ വീടിന്റെ ജനലുകൾ തകർത്തു. നിലത്തു വീണ സിറാജുന്നീസയെ അമ്മാവനും ഉമ്മയും ചേർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. വഴിയിൽ വെച്ച് അവരെയും പോലീസ് തടഞ്ഞു നിർത്തി ഭീകരമായി മർദ്ദിച്ചു. പാലക്കാട് കളക്ടറേറ്റിൽ ഈ സമയം ജലസേചന വകുപ്പ് മന്ത്രി TM ജേക്കബിന്റെ അധ്യക്ഷതയിൽ ഒരു യോഗം നടക്കുകയായിരുന്നു. യോഗത്തിൽ VC കബീറിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തിരുന്നു. കളക്ടറുടെ ചേംബറിന്റെ സമീപത്ത് ഒരു പോലീസ് വയർലെസ് ഉപകരണം ഉണ്ടായിരുന്നു. സംസാരത്തിനിടയിൽ വയർലെസ്സിൽ നിന്ന് ഒരാളുടെ ശബ്ദം കേട്ടു. മന്ത്രി TM ജേക്കബ് രമൺ ശ്രീവാസ്തവയുടെ ശബ്ദമല്ലേ അത് എന്ന് ചോദിച്ചു. തുടർന്ന് അദ്ദേഹം ഉപകരണത്തിന്റെ ശബ്ദം കൂട്ടാൻ ആവശ്യപ്പെട്ടു. സ്ഥിതി നിയന്ത്രണത്തിലാണെന്ന് ASP സന്ധ്യ DIGയെ അറിയിക്കുന്നത് അവിടെ ഉണ്ടായിരുന്നവർ വ്യക്തമായി കേട്ടു. താൻ പാലക്കാട് ഭാഗത്തേക്ക് വരികയാണെന്നും അദ്ദേഹം സന്ധ്യയോട് പറഞ്ഞു. കുറച്ചു സമയത്തിനു ശേഷം DIGയുടെ ശബ്ദം വീണ്ടും കേട്ടു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് സന്ധ്യ വീണ്ടും മറുപടി കൊടുത്തു. പക്ഷേ പിന്നീട് കേട്ടത് ഒരു ആക്രോശമാണ്. "I want the dead bodies of Muslim bastards." മിനിറ്റുകൾക്കകം വയർലെസ് സെറ്റിലൂടെ മറ്റൊരു വാർത്തയും എത്തി. ഒരു മുസ്ലിം പെൺകുട്ടിക്ക് വെടിയേറ്റു. പൊതുപ്രവർത്തകനായ കൊളക്കാടൻ മൂസ ഹാജി ഈ സമയത്ത് പുതുപ്പള്ളി തെരുവിൽ ഇതിനെല്ലാം സാക്ഷിയായി ഉണ്ടായിരുന്നു. അദ്ദേഹവും TM ജേക്കബ് കേട്ട DIGയുടെ ആക്രോശം ASPയുടെ വയർലെസ് സെറ്റിലൂടെ കേട്ടു. സിറാജുന്നീസയുടെ കൊലപാതകത്തിൽ പോലീസിന്റെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്ന ആവശ്യപ്പെട്ട് ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഇതാണ്. പാലക്കാട് സൗത്ത് പോലീസാണ് കേസിൽ FIR ഇട്ടത്. സിറാജുന്നീസയുടെ നേതൃത്വത്തിൽ 300ഓളം പേർ നൂറണിയിലെ ബ്രാഹ്മണ അഗ്രഹാരം ആക്രമിക്കാൻ എത്തി എന്നും അവരെ നിയന്ത്രിക്കുന്നതിനിടയിലാണ് സിറാജുന്നീസയ്ക്ക് വെടിയേറ്റതെന്നുമാണ് FIR-ൽ രേഖപ്പെടുത്തിയത്. 11 വയസ്സുള്ള സിറാജുന്നീസയായിരുന്നു കേസിലെ 1-ാം പ്രതി.
കോൺഗ്രസ് ആയിരുന്നു ആ സമയത്ത് അധികാരത്തിലുണ്ടായിരുന്നത്. പ്രതിപക്ഷത്തുണ്ടായിരുന്ന CPM ഇതിനെതിരെ വലിയ പ്രചാരണം നടത്തിയെങ്കിലും തുടർന്ന് അധികാരത്തിലെത്തിയ ഇടതു സർക്കാർ ഇതിൽ കാര്യമായൊന്നും ചെയ്തില്ല. കൊളക്കാടൻ മൂസ ഹാജി ഈ കേസുമായി സുപ്രീം കോടതിയെ വരെ സമീപിച്ചു. 8 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അദ്ദേഹം പരാതി നൽകിയത്. ഒടുവിൽ IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്താൻ കോടതി നിർദ്ദേശിച്ചു. ഇപ്പോഴത്തെ പോലീസ് മേധാവി രവത ചന്ദ്രശേഖരായിരുന്നു അന്വേഷണ ചുമതല. അന്വേഷണ സമയത്ത് സാക്ഷികളെ പോലും കേസിൽ കുടുക്കുമെന്നാണ് പോലീസ് ഭീഷണിപ്പെടുത്തിയത്. ഒടുവിൽ സിറാജുന്നീസയെ പ്രതിപ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. പക്ഷേ ബ്രാഹ്മണരെ ആക്രമിക്കാൻ പുറപ്പെട്ട 300ഓളം പേർ അപ്പോഴും പ്രതിപ്പട്ടികയിൽ തന്നെ തുടർന്നു. സിറാജുന്നീസ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ സെഷൻസ് ജഡ്ജി VP യോഹന്നാന്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയമിച്ചു. പോലീസ് പറഞ്ഞ അതേ കാര്യങ്ങളാണ് കമ്മീഷനും കണ്ടെത്തിയത്. പുതുപ്പള്ളി തെരുവിലെ പലരും കമ്മീഷന് മുന്നിൽ സാക്ഷി പറഞ്ഞെങ്കിലും കമ്മീഷൻ അത് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയില്ല. പോരാത്തതിന് ഒരു വെള്ള പേപ്പറിൽ ഒപ്പിട്ടു നൽകാൻ ജഡ്ജി ആവശ്യപ്പെട്ടുവെന്ന് സിറാജുന്നീസയുടെ മാതാവും പറയുന്നു. പോലീസിന്റെ അവകാശവാദത്തിനപ്പുറത്ത് ഒരു കാര്യത്തിൽ മാത്രമേ കമ്മീഷൻ വിയോജിപ്പുണ്ടായിരുന്നുള്ളൂ. ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടിത്തകർന്ന വെടിയുണ്ട തറച്ചാണ് സിറാജുന്നീസ മരിച്ചത് എന്നായിരുന്നു അത്. കമ്മീഷൻ സൂചിപ്പിച്ച ഇലക്ട്രിക് പോസ്റ്റ് സിറാജുന്നീസ മരിച്ച് 2 മാസത്തിന് ശേഷമാണ് സ്ഥാപിച്ചതെന്ന സത്യം അദ്ദേഹം പരിഗണിച്ചതേയില്ല. കരുണാകരന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ റിപ്പോർട്ട് സ്വീകരിച്ചു. ആരോപണ വിധേയനായ DIG പിന്നീട് IG-യും DGP-യുമായി. 2016 പിണറായി വിജയൻ സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേശകനുമായി. 2023 ഡിസംബർ 15 സിറാജുന്നീസയുടെ 32ാം രക്തസാക്ഷി ദിനത്തിൽ പുതുപ്പള്ളി തെരുവിലെ ഒരു റോഡിന് സിറാജുന്നീസ റോഡ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടു എന്നതു മാത്രമാണ് ആകെ സംഭവിച്ചത്.